ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു സിമ്പിളായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. കാരണം നമുക്ക് ക്യാൻവാസ് ഇല്ലാതെ എങ്ങനെ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഏത് ടൈപ്പ് നെക്കും നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം പേപ്പറിൽ ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് തുണിയിലേക്ക് മാർക്ക് ചെയ്യാം. ഞാനിവിടെ ഒരു ചാർട്ട് പേപ്പറാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഇതുപോലെ ഒരു ചാർട്ട് പേപ്പർ തന്നെ എടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ കട്ടിയുള്ള എന്തെങ്കിലും ഒരു പേപ്പർ എടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ന്യൂസ് പേപ്പറിലൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് വരയ്ക്കുമ്പോൾ കൃത്യമായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ കട്ടിയുള്ള പേപ്പർ എടുത്ത് വെച്ചിരിക്കുന്നത്. പേപ്പർ ഞാനിവിടെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എത്രയാണോ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത്, ആ നെക്കിൻ്റെ വിഡ്ത്ത് തന്നെ മാർക്ക് ചെയ്യുക. ഞാനിവിടെ എന്നും 3.25 മാർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ 3 ഇഞ്ച്, 3.25 ഇഞ്ച്, 3.5 ഇഞ്ച് എത്ര വേണമെങ്കിലും കൊടുക്കാം. പിന്നെ അതിന് ശേഷം ഒരു 7 ഇഞ്ച് നെക്കിൻ്റെ ലെങ്ത്തായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ 7 ഇഞ്ച് മാർക്ക് ചെയ്തതിൽ ആ ഒരു ഭാഗത്ത് നമ്മളൊരു 3.25 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അതൊരു ബോക്സ് പോലെ നമുക്കിതുപോലെ വരച്ചെടുക്കാം. എന്നിട്ട് ഈ ബോക്സിൻ്റെ ഉള്ളിലാണ് നമ്മൾ നെക്ക് മാർക്ക് ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഞാൻ തീർത്തും ബിഗിനേഴ്സായിട്ടുള്ളവരുടെ ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം തയ്ക്കണമെന്നുണ്ട്, പക്ഷേ നെക്ക് ശരിയാവുന്നില്ല എന്ന് പറയുന്ന കുറേ പേരുണ്ടല്ലോ, ക്യാൻവാസ് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ അറിയില്ല എന്നുള്ളവരൊക്കെ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ഒരു വി നെക്ക് വരച്ചിട്ടുണ്ട്. ശരിക്കും ഇതുപോലെ വി നെക്ക് വരച്ചിട്ട് അതേപടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്ക് ഒരു മാതിരി കുടുങ്ങിയ കണക്കിരിക്കും. അതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാൻ ചെറിയ ഒരു കർവ് ചെയ്ത് വരച്ചെടുക്കാം. സെൻറ്ററിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് പുറത്തേക്കൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ആ മാർക്കിങ്ങിലൂടെ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. അപ്പം നെക്ക് ഇച്ചിരി ഒരു വൈഡായിട്ട് വരും. അപ്പോൾ നമുക്ക് ഇടാനും എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ശരിക്കും ഈ കുടുങ്ങിയ പോലെ ഇരിക്കും നെക്ക്. അതിന് ശേഷം നമ്മളപ്പോൾ രണ്ടാമത് വരച്ച ആ ലൈനിൽ കൂടി കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നിവർത്തി നോക്കാം നമുക്കിത്. ശരിക്കും നമുക്കൊരു നെക്കിൻ്റെ ആ ഒരു അളവിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ലൈനിങ്ങിൽ മാർക്ക് ചെയ്യുന്നത്. നമ്മൾ കട്ട് ചെയ്യുന്നില്ല, തുണി രണ്ടും നമ്മൾ കട്ട് ചെയ്യുന്നില്ല. കട്ട് ചെയ്യാതെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. ഇപ്പം നമ്മുടെ ലൈനിങ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ലൈനിങ് ഇട്ടിട്ടാണല്ലോ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ലൈനിങ് എടുത്തതിന് ശേഷം ആദ്യം അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഷീറ്റില്ലേ, നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, ആ ഷീറ്റ് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ സെൻറ്ററിൽ നിന്ന് നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് എത്രയാണോ ആദ്യം എടുത്തത്, ക്യാൻവാസിലല്ല പേപ്പറിൽ കട്ട് ചെയ്യാൻ എടുത്തത്, അതിവിടെ ഒന്ന് മാർക്ക് ചെയ്യുക. നമ്മൾ 3.25 എടുത്തത്, ആ 3.25 തന്നെ ഇവിടെ മാർക്ക് ചെയ്യുക. കാരണം നമുക്ക് ആ പേപ്പർ ഇതുപോലെ വയ്ക്കുമ്പോൾ കറക്റ്റ് അതിലേക്ക് തന്നെ ആ ഒരു 3.25 മാർക്ക് ചെയ്തതിലേക്ക് തന്നെ കൃത്യമായിട്ട് വെച്ച് കൊടുക്കുക. ഇപ്പോൾ മനസ്സിലായില്ല? ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ആ ഒരു വി ഷേപ്പിലൊന്ന് വരച്ചെടുക്കുകയേ വേണ്ടൂ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് വരച്ചെടുക്കുക. അപ്പോൾ അതൊക്കെ നല്ല കറക്റ്റായിട്ട് വരച്ചെടുക്കുക. നിങ്ങൾക്ക് തെന്നി മാറിപ്പോകുന്നുണ്ടെങ്കിൽ ആ ഒരു പേപ്പർ ഒരു പിൻ ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. അതിന് ശേഷം നമുക്ക് പേപ്പർ എടുത്ത് മാറ്റാം, ഇത് വരച്ചതിന് ശേഷം. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ കഴുത്ത് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുകയാണെങ്കിൽ നന്നായിരിക്കും. കോട്ടൺ തുണിയിൽ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നെക്ക് ഞാൻ വരച്ചേക്കണത് അത്ര തെളിഞ്ഞ് കാണുന്നില്ല, അതുകൊണ്ട് ഞാനതൊന്ന് കറക്റ്റായിട്ടൊന്ന് തെളിച്ച് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നെക്ക് വരച്ച് വെച്ചിരിക്കുന്നത്. നമ്മളിത് ലൈനിങ്ങിൻ്റെ ചീത്ത വശത്താണ് കേട്ടോ വരച്ച് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ മെയിൻ പീസില്ലേ, മെയിൻ ക്ലോത്ത് എടുത്തിട്ട് അതിൻ്റെ നല്ല വശം പുറത്തേക്ക് വരുന്ന രീതിയിൽ ഇത് വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ പുറത്തിരിക്കുന്നത് നല്ല വശമാണ്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. നമ്മളിപ്പോൾ കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ ആ കുർത്തിയുടെ സെൻറ്റർ ഭാഗം ഒന്ന് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കാരണം ആ കട്ടിങ് ഉള്ളിൽ നമ്മൾ കട്ട് ചെയ്ത് കളയാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്താലും കുഴപ്പമില്ല. ഞാനവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ആ ഒരു ലൈനിങ്ങിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചില്ലായിരുന്നോ, അതിൻ്റെ സെൻറ്റർ ഭാഗവും മാർക്ക് ചെയ്ത് വെച്ചില്ലേ, ആ സെൻറ്ററും നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ സെൻറ്ററും കൂടെ ഒരേപോലെ വയ്ക്കുക. ഇതുപോലെ നമുക്ക് ഒരേപോലെ വയ്ക്കാം. രണ്ട് പീസിൻ്റെയും സെൻറ്ററുകൾ ഒരുപോലെ വെച്ചിട്ട് നമ്മളിപ്പോൾ ആ ലൈൻ വരച്ചില്ലേ, ആ ലൈൻ വരച്ചേക്കണേ ആ ലൈനിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒട്ടും മാറാതെ കറക്റ്റായിട്ട് അതിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു പിന്ന് കുത്തിയിട്ട് ചെയ്യുകയായിരിക്കും നന്നായിരിക്കുക ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ.
ഞാനിപ്പോൾ ആദ്യം ആ സെൻറ്ററിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആ സെൻറ്ററിൽ നമ്മളങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറിപ്പോകാതിരിക്കും, കറക്റ്റായിട്ട് അവിടെ തന്നെ ഫിക്സ് ആയിട്ടിരുന്നുള്ളൂ. എന്നിട്ട് സൂചി കുത്തി നിർത്തിയിട്ട് പ്രഷർ ഫൂട്ട് മാത്രം പൊക്കിയതിന് ശേഷം ഒരു സൈഡിലേക്ക് ഞാൻ അടിച്ചെടുത്തു. അതിന് ശേഷം ഇപ്പുറത്തെ സൈഡിലും അടിച്ചെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ആ അടിച്ചുകൊണ്ട് വന്ന ആ ലൈനിൽ കൂടെ തന്നെ തിരിച്ച് പോയിട്ട് വീണ്ടും മുകളിലേക്ക് കയറ്റി അടിച്ച് വെച്ചാൽ മതി. ഇപ്പോൾ ഒരു സൈഡ് ഞാൻ അടിച്ചെടുത്തു, അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും അടിച്ചെടുത്തിട്ട് നമ്മൾ താഴെ തുടങ്ങിയ ആ ഭാഗം ഉണ്ടല്ലോ അവിടെ കൊണ്ടുവന്ന് നിർത്തുക. ഇപ്പോൾ ഞാൻ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് നൂലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ക്യാൻവാസിൻ്റെ ആവശ്യമില്ല. കോട്ടൻ്റെ ചുരിദാറൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചെയ്തേച്ചാൽ മതി. എന്നിട്ട് ഉള്ളിലുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ആ ഒരു കോർണർ ഭാഗം ഉണ്ടല്ലോ, ആ കോർണർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് വിടുക. സ്റ്റിച്ചേൽ കൊള്ളാതെ രണ്ട് സൈഡിലേക്ക് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യുക, അപ്പുറം ഇപ്പുറം ഓരോ കട്ടിങ് കൊടുക്കുക. എന്നിട്ട് മുകളിലേക്കും ഒക്കെ ചെറിയ ചെറിയ കട്ടിങ് കൊടുത്ത് തിരിച്ചിടണം. കട്ടിങ് കൊടുത്താലാണ് അത് നന്നായിട്ട് തിരിഞ്ഞു വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ചെറിയ കട്ടിങ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതൊരു ബ്രൊക്കേഡിൻ്റെ തുണിയല്ല, ഒരു വർക്കൊക്കെ ചെയ്തേക്കുന്ന തുണിയായതുകൊണ്ട് അതാണ് അത് മര്യാദയ്ക്ക് ഇരിക്കാത്തത്. കറക്റ്റായിട്ട് ഇരിക്കണമെങ്കിൽ കോട്ടൻ്റെ തുണിയായിരിക്കണം. എന്നിട്ട് നമ്മുടെ ലൈനിങ് ഉണ്ടല്ലോ, നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന ലൈനിങ് ഇതിൻ്റെ അരികെ ചേർന്ന് ഒന്ന് പതിച്ചും കൂടെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് നല്ല പെർഫെക്റ്റായിട്ട് അവിടെ ഇരുന്നോളും. അപ്പോൾ അടിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ദാ ഇതുപോലെ ആണ് നമ്മുടെ നെക്ക് വരുന്നത്. ഇനി നെക്കിൻ്റെ പുറം ഭാഗം നമുക്ക് വേണമെങ്കിൽ പതിച്ച് കൊടുക്കാം, പതിച്ചടിച്ച് കൊടുക്കാം. പതിച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ സാധാരണ പതിച്ചടിക്കാറില്ല ഈ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട്. നമുക്ക് ചില ടൈപ്പ് മെറ്റീരിയൽ നേരെ ഇരിക്കില്ല, അപ്പോൾ അതൊക്കെ ഒന്ന് പതിച്ച് അടിച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ നമ്മുടെ വി നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഏത് നെക്ക് നിങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.